റൈറ്റ്, ഓക്കെ. അപ്പോൾ യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. എഫേസ്യ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. സെഷൻ 11, 11ാമത്തെ സെഷൻ. എനിക്കൊന്ന് 2 സെഷനൂടെ കഴിയുമ്പോൾ നമ്മുടെ എഫേസ്യ ലേഖനത്തിന്റെ പഠനം അവസാനിപ്പിക്കാം എന്നാണ് എൻ്റെ ചിന്ത. അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ചയും കൂടെ കഴിയുമ്പോൾ എഫേസ്യ ലേഖനത്തിന്റെ പഠനം നമുക്ക് പൂർത്തീകരിക്കാം എന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഔട്ട്ലൈൻ നിങ്ങൾക്കറിയാമല്ലോ. ബിലീവേഴ്സ് പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മൾ ആരാന്ന്, അവനോടുകൂടെ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവന്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പലതിൻ്റെയും പ്രശ്നങ്ങൾ മാറും എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചു. ദാറ്റ് ഇസ് ദ ബിലീഫ്. നമ്മൾ ആരാണെന്ന്, വാട്ട് ഇസ് അവർ ഐഡൻറ്റിറ്റി. പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട്, പുത്രനാൽ വീണ്ടെടുക്കപ്പെട്ട്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടപ്പെട്ടവരാണ് നാം. വലിയ പദവി കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. എന്നിട്ട് അത് കഴിയുമ്പോൾ നമ്മൾ പഠിച്ചത്, അങ്ങനെയുള്ള വിശ്വാസം കർത്താവിലായിക്കഴിഞ്ഞാൽ, ക്രിസ്തുവിലായിക്കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം നമ്മുടെ ബിഹേവിയേഴ്സ്. ബിലീഫ്, റൈറ്റ് ബിലീഫ് ഓൾവേസ് ലീഡ്സ് ടു റൈറ്റ് ബിഹേവിയേഴ്സ്. എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ്, വി ഷുഡ് വാക്ക് ഇൻ യൂണിറ്റി. ഐക്യതയിൽ എങ്ങനെ നടക്കണം, വിശുദ്ധിയിൽ എങ്ങനെ നടക്കണം, പഴയ മനുഷ്യനെ നാം ഊരിവെച്ച് പുതിയ മനുഷ്യനെ ധരിക്കണം എന്നൊക്കെ ഉള്ളത്, സ്നേഹത്തിൽ നടക്കണമെന്നും വെളിച്ചത്തിൽ നടക്കണമെന്നും ജ്ഞാനത്തിൽ നടക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്സ് എങ്ങനെയായിരിക്കണം, ബന്ധങ്ങൾ തുടങ്ങുന്നത് കുടുംബങ്ങളിലാണല്ലോ. ഭാര്യയും ഭർത്താവും, ഭാര്യ എങ്ങനെയായിരിക്കണം, എന്താണ് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഭാര്യമാരെ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞതിനോട് ചേർന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഭർത്താക്കന്മാർ ഒരുപാട് സന്തോഷിക്കേണ്ട. കാരണം ഭാര്യമാർക്ക് കൊടുത്ത നിർദ്ദേശത്തിൻ്റെ 3 ഇരട്ടിയാണ് പൗലോസ് ഭർത്താക്കന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ വേഴ്സ് ബൈ വേഴ്സ് അല്ല ചെയ്യുന്നതെങ്കിൽ ആദ്യം ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞിട്ട് വേണം ഭാര്യയുടെ വിഷയത്തിലേക്ക് കടക്കാൻ. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. പക്ഷെങ്കിൽ വേഴ്സ് ബൈ വേഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓർഡർ തെറ്റിക്കാതെ മുന്നോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. തിങ്കൾ, ചൊവ്വ, ബുധൻ ദൈവം അനുവദിച്ചാൽ ഷാർജ വേർഷിപ്പ് സെൻറ്ററിൽ UCPF കൺവെൻഷനിൽ ദൈവവചനം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഞാൻ തിങ്കളാഴ്ച തന്നെ അവിടെ എത്തും. ഈ കഴിഞ്ഞ മാസങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഒരുപാട് തിരക്കും യാത്ര ഉള്ളതുകൊണ്ട് ശരീരത്തിന് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങ് ഡൗൺ ആകുന്നോ എന്നെനിക്കൊരു ചിന്ത. അപ്പോൾ എനിക്ക് ഈ ക്ഷീണം, എക്സോഷൻ വരുന്നു. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒത്തിരി എക്സോസ്റ്റഡ് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം ഈ സീസണിൽ പ്രാർത്ഥിക്കണം. കാരണം ഇത് കഴിഞ്ഞ് നമ്മുടെ യൂത്ത് വന്നു കഴിഞ്ഞ ഉടനെ നമ്മുടെ സ്ലിംഗ് ഷോട്ട് കോൺഫറൻസ് ഉണ്ട്, പല കാര്യങ്ങളാണ്, ടീൻസ് ക്യാമ്പ്. അപ്പം ശരീരത്തിന് നമുക്ക് ബലമില്ലെങ്കിൽ നമുക്ക് പലതിനോടും നമുക്ക് ഒരു മടുപ്പ് ഒരു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഷാർജയിലും ദുബായിലും ഒക്കെ ഉള്ള നമ്മുടെ സ്നേഹിതർ ഏതെങ്കിലുമൊക്കെ ദിവസം വന്ന് പങ്കെടുക്കണമേ എന്ന് ഞാൻ ഹോപ്പ് ചെയ്യാണ്. നിങ്ങളെ പലരെയും കാണാൻ കുറച്ച് നാളായല്ലോ, ചിലരെയൊക്കെ കണ്ടിട്ട്. അതുകൊണ്ട് ലുക്കിംഗ് ഫോർവേഡ്, എക്സൈറ്റഡ് ആണ്. എനിക്കതാണ് കൂടുതൽ സന്തോഷം. സക്രിയ അങ്കിൾ നമ്പർ ഇവിടെ ഉണ്ട്. സക്രിയ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സക്രിയ അങ്കിളിനെ വിളിച്ചാൽ മതി. ദൈവം അനുവദിച്ചാൽ നമുക്ക് തിങ്കൾ, ചൊവ്വ, ബുധൻ ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കുവാനും ദൈവവചനത്തിൽ നമുക്ക് ഒന്നുകൂടൊന്ന് അത് ധ്യാനിക്കാനും ഒക്കെ കർത്താവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ, ദ ഡിവൈൻ ഓർഡർ എന്താണെന്നുള്ളത് നോക്കി. ക്രിസ്തു, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ, അതാണ് കുടുംബത്തിൻ്റെ ഡിവൈൻ ഓർഡർ. ഒരാളെക്കാട്ടിൽ മെച്ചപ്പെട്ടത് എന്നല്ല, ഒരാളുടെ മുകളിൽ ആണെന്നുള്ളതല്ല, അതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ എന്താണ് ഭർത്താവ് ചെയ്യേണ്ടത്? അതിലൊന്ന്, പ്രൊട്ടക്റ്റ്, കുടുംബത്തെ സംരക്ഷിക്കുക, കുടുംബത്തെ നയിക്കുക, കുടുംബത്തിന് വേണ്ടി കരുതുക. പ്രൊട്ടക്റ്റ്, ലീഡ് ആൻഡ് പ്രൊവൈഡ്. ഇതാണ് പ്രൈമറി റൂൾസ്. വേറെ ഒന്നും ചെയ്യത്തില്ലെന്നല്ല, ഇതാണ് പ്രൈമറി റൂൾസ്. അപ്പോൾ ഉടനെ എന്നോട് ചോദിക്കരുത്, എന്നാ ഭർത്താവിന് കിച്ചണിൽ കയറി കുക്ക് ചെയ്യണം. തീർച്ചയായിട്ടും അതൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്. ഉടനെ എന്നോട് ഉടക്ക ചോദ്യം ഒന്നും ചോദിക്കരുത്. ഇതാണ് പ്രൈമറി റൂൾസ്. ഓക്കെ, എന്ത് വേണമെങ്കിലും ഭർത്താവിന് ചെയ്യാം, ഇത് കൂടാതെയും ഭാര്യയ്ക്ക് അതുപോലെ തന്നെ. പക്ഷെങ്കിൽ റോളിൻ്റെ ഈ റോള് വിട്ടു പോകരുത്. ദ ഹസ്ബൻഡ് ഇസ് ദ സ്പിരിച്വൽ ലീഡർ ഓഫ് ദ ഫാമിലി. ആത്മീയമായ കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ഭർത്താവിൻ്റെ ചുമതലയാണ്. ഒരുപക്ഷെ ഭർത്താവ് ആ നിലയിലേക്ക് വളർന്നിട്ടില്ലെങ്കിൽ കർത്താവിൽ ശരണപ്പെട്ട് ആ നിലയിലേക്ക് വളരുവാൻ ഭർത്താക്കന്മാരായ നാം പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നാം ഒരുങ്ങണം. ബിക്കോസ് ഗോഡ് ഇസ് ആസ്കിങ് അസ് ടു ലീഡ് അവർ ഫാമിലീസ്. എൻ്റെ കുടുംബത്തെ നയിക്കേണ്ടത് ഞാനാണ് എന്നുള്ളത് എപ്പോഴും ബോധ്യം വേണം. ഇനി നമുക്ക് ഭർത്താവിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ഭാര്യയുടെ കാര്യം കഴിഞ്ഞു, അതുകൊണ്ട് ഭർത്താവിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ഭർത്താക്കന്മാരെ 5:25, ചാപ്റ്റർ 5 വേഴ്സ് 25, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ
സ്നേഹിപ്പി. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. അപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം എന്താണ്? ചോദ്യം സ്ത്രീകളാണ് ചോദിക്കുന്നത് എന്നോട് കേട്ടോ. സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുക. ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഭർത്താവിന് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണല്ലോ കർത്താവ് പറയുന്നത്. എന്തോ എളുപ്പമുള്ള കാര്യം? നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുക. അപ്പൊ സ്നേഹിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യവും കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ കാര്യമാണെന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഈ ഭാഗം പഠിച്ചാൽ നിങ്ങൾ തന്നെ പറയും കീഴ്പ്പെട്ടിരിക്കുന്നതാണ് എളുപ്പം, സ്നേഹിക്കുന്നതാണ് പ്രയാസം. കാരണം എന്താണെന്ന് ഞാൻ പറയാം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ മൂവിയിൽ കാണുന്ന പോലെ ആ സ്നേഹമല്ല. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. എത്ര ഭർത്താക്കന്മാർക്ക് പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. അപ്പൊ ഇത് രണ്ടും വ്യത്യാസമാണ്. ഈ വാക്കുകൾ നമ്മൾ കാണുമ്പോഴേ കീഴ്പ്പെട്ടിരിക്കും, അതികഠിനമായ ഉപദേശം. സ്നേഹിക്കുക, വെരി ഈസി. കാരണം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാലേ നമ്മൾ സ്നേഹം, ലവ് എന്ന് പറയുന്ന വാക്ക് വളരെ ചീപ്പായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കാരണം എന്നാ, ഒരു വണ്ടി അങ്ങോട്ട് കാണുമ്പോൾ ഐ ലവ് ദാറ്റ് കാർ അല്ലേ, ഐ ലവ് ദാറ്റ് കാർ. പിന്നെ എന്തെങ്കിലും നല്ല ഫുഡ് അങ്ങോട്ട് കഴിച്ചു, ഐ ലവ് ദാറ്റ് ഡിഷ്, ഐ ലവ് ദാറ്റ് ഡിഷ്. പിന്നെ എന്തെങ്കിലും ഒരു സ്ഥലം കാണുമ്പോൾ ഐ ലവ് ദാറ്റ് പ്ലേസ്. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്ന അതുപോലെ തന്നെയാണ് നമ്മൾ ഭാര്യ ഐ ലവ് യു ഓൾസോ. മനസ്സിലായോ? ആ സ്നേഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതാണ് എളുപ്പം, ശരിയാണ്. പക്ഷെങ്കിൽ എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം അങ്ങനത്തെ സ്നേഹത്തെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ അഗാപ്പെ സ്നേഹം എന്ന് പറഞ്ഞാൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. അപ്പോൾ ഒരു ഭർത്താവിനെ സംബന്ധിച്ചോളം ഹി സപ്പോസ് ടു ലവ് ഹിസ് വൈഫ് വിത്ത് എ ബൗണ്ട്ലെസ് കൈൻഡ് ഓഫ് ലവ്. കവിഞ്ഞൊഴുകുന്ന സ്നേഹം കൊണ്ട് സ്നേഹിക്കണം. ജീസസ് ക്രൈസ്റ്റ് ലവ് ദ ചർച്ച് ബിഫോർ ഹി ബ്രോട്ട് ദ ചർച്ച് ഇൻ ടു എക്സിസ്റ്റൻസ്. നിങ്ങളത് മനസ്സിലാക്കണം. സഭയാകുന്നതിന് മുമ്പേ നമ്മെ കണ്ട് സ്നേഹിച്ചവനാ ക്രിസ്തു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ കർത്താവിൻ്റെ വകയാകുന്നതിന് മുമ്പ് എന്നെ സ്നേഹിച്ചു. ഞാൻ പാപിയായിരുന്നപ്പോൾ ക്രിസ്തു എന്നെ സ്നേഹിച്ചു. ഞാൻ ദോഷിയായിരുന്നപ്പോൾ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിച്ചു. ഞാൻ അനുസരണം കെട്ടവനായിരുന്നപ്പോൾ ക്രിസ്തു എന്നെ സ്നേഹിച്ചു. ഇതാണ് കവിഞ്ഞൊഴുകുന്ന അഗാപ്പെ സ്നേഹം. മനസ്സിലായി? ഇത് സാധാരണ സ്നേഹം, ലോകം പറയുന്ന സ്നേഹമല്ല. ദിസ് ഇസ് എ ബൗണ്ട്ലെസ് ലവ്. അപ്പോൾ ക്രിസ്തുവിന് വിധേയത്വം നമ്മൾ വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ, അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ കഴിയും. പൂർണ്ണമായിട്ടല്ല, പക്ഷെങ്കിൽ അതുപോലെ സ്നേഹിക്കാൻ കഴിയും. അതുകൊണ്ട് എന്താണ് ഈ സ്നേഹത്തിൻ്റെ പാറ്റേൺ, എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് ലോകത്തിൽ എവിടെയെങ്കിലും നോക്കിയാൽ പറ്റത്തില്ല. ക്രിസ്തുവിനെ നോക്കണം. എന്നിട്ട് ചോദിക്കണം, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ സാധിക്കുമോ? അങ്ങനെ സ്നേഹിച്ചാൽ നമ്മൾ പാടത്തില്ലേ, മഹൽ സ്നേഹം എന്നൊക്കെ നമ്മൾ പാടുമ്പോൾ അങ്ങനെ ഒരു ഭാര്യയെ നമുക്ക് കീഴടക്കാൻ പറ്റും. മനസ്സിലായോ? ആ സ്നേഹം അങ്ങനെ സ്നേഹിച്ചാൽ. പക്ഷെ അങ്ങനാണോ സ്നേഹിക്കുന്നത്? അപ്പോൾ ഏത് സ്ത്രീയും ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി, അവരുടെ ഭദ്രത ലഭിക്കേണ്ടത് ഭർത്താവിൻ്റെ, ഈ ലോകത്തിൽ ഭർത്താവിൻ്റെ സ്നേഹത്തിനകത്താണ്. ഒരിക്കലും ഒരു ഭാര്യ ആ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ ഇടവരരുത്. അതുപോലെ വേണം ഒരു ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കാൻ. യു ഹാവ് ടു കവർ ഹർ വിത്ത് ലവ്. സ്നേഹം കൊണ്ട് പൊതിയണം, അതിനകത്ത് ഭദ്രത ഉണ്ടാകണം. ശരിയാണ്, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ നമ്മൾ കരുതണം. വി ഹാവ് ടു പ്രൊവൈഡ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണമെങ്കിൽ ചെയ്യണം, ജോലി ചെയ്യണമെങ്കിൽ ചെയ്യണം. ഒക്കെ നല്ലതാണ്, അതൊക്കെ അത്യാവശ്യമാണ്, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഒക്കെ ഉപരിയായി ഭാര്യയുടെ ഭദ്രത ക്രിസ്തുവിലാണ് തീർച്ചയായിട്ടും. എന്നാൽ ഒരു കുടുംബത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും വലിയ ഭദ്രത ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ല, സ്നേഹത്തിലുള്ള സെക്യൂരിറ്റിയാണ്. അതുകൊണ്ടാണ് ചില സ്ത്രീകൾക്ക് ചിലപ്പം ബില്യനേഴ്സിനെ ആയിരിക്കും വിവാഹം ചെയ്തിരിക്കുന്നത്, പക്ഷെങ്കിൽ എന്നും അവരുടെ ഉള്ളിൽ ഈ ഭദ്രത ഇല്ലാതെ ഉള്ള ഒരു ജീവിതമാണ്. അയ്യോ, സ്നേഹിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നില്ലയോ, ഈ മനുഷ്യന് വേറെ, ആ ഒരു മോഡില്ല. എന്നാൽ അധികമൊന്നും ഇല്ലെങ്കിലും ഒന്ന് സ്നേഹിക്കാമെങ്കിൽ യു ക്യാൻ ഗിവ് യുവർ വൈഫ് ദ ഗ്രേറ്റസ്റ്റ് സെക്യൂർ. ദേ ഷുഡ് ഫീൽ സെക്യൂർ. ഈ സ്നേഹം ഒന്ന് ഡിഫൈൻ ചെയ്യാൻ 4 തരത്തിൽ ഞാൻ ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം സ്നേഹം എന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടാൽ പോരല്ലോ. എന്താണ് ഈ സ്നേഹം, എങ്ങനെയാണ് ഈ സ്നേഹം എന്നുള്ളത് 4
വിധത്തിൽ ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഏതാ എളുപ്പമെന്ന്. കീഴടങ്ങുന്നതാണോ സ്നേഹിക്കുന്നതാണോ എളുപ്പമെന്നുള്ളത് നിങ്ങൾ നോക്കാം. ഞാനിത് എഴുതുമ്പോൾ ഞാൻ തന്നെ പറയും കീഴടങ്ങുന്നതായിരിക്കും എനിക്ക് ഇച്ചിരി എളുപ്പം. ഇങ്ങനെ സ്നേഹിക്കണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്, നോട്ട് ഈസി. എഫേസ്യ ലേഖനം 5:25 ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അതിനകത്ത് ഇംഗ്ലീഷിൽ ബൈബിൾ നമ്മൾ നോക്കുമ്പം ആ വാക്യത്തിന്റെ ഭാഗം അത് പിന്നെ വിട്ട് കിടക്കുക. ആൻഡ് ഗേവ് ഹിംസെൽഫ് അപ്പ് ഫോർ ഹെർ, തന്നെത്താന് അവക്ക് വേണ്ടി, ക്രിസ്തുവിനെ കുറിച്ച് അവക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനെക്കാട്ടിൽ ഞാൻ വിലയേറിയതായി കണ്ടത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ക്രിസ്തു പറയുന്നത് എൻ്റെ ജീവനെക്കാട്ടിലും വിലയേറിയതായി ഞാൻ കാണുന്നത് സഭയുടെ ജീവനാണ്. അതെന്തൊരു സ്നേഹമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ തന്നെ നിന്ദിക്കുമെന്നും തന്നെ പുറത്താക്കുമെന്നും തന്നെ റിജക്റ്റ് ചെയ്യുമെന്നും അത് കഴിഞ്ഞിട്ട് തന്നെ ക്രൂശിക്കുമെന്നും അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. എന്നിട്ടും താൻ സഭയെ സ്നേഹിച്ചു. അതെന്തോ സ്നേഹമാണ്? ത്യാഗപൂർണമായ സ്നേഹം, സാക്രിഫിഷ്യൽ ലവ് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ ചെറിയായ ഞാനിവിടെ നിങ്ങൾക്ക് ബൈബിൾ സ്റ്റഡി എടുക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടറിയാം. രക്ഷിക്കപ്പെടുവാൻ, രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ എനിക്കൊരു യോഗ്യതയില്ല. എൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ ഒരു യോഗ്യ 1% ഇല്ല, 2% ഇല്ല, 1% ഇല്ല, 0 ആണ്, 0. എന്നെ കർത്താവ് സ്നേഹിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു. ഇതിനാണ് സാക്രിഫിഷ്യൽ ലവ്. എൻ്റെ കയ്യിൽ നിന്ന് ക്രിസ്തുവിന് കിട്ടാൻ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആകെ കൂടെ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്ത് കുറേ പാപം, അല്ലേ? എൻ്റെ വലിയ ഘോരമായ പാപങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഞാൻ കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കർത്താവിന് വേണ്ട എങ്കിലും ഈ മഹാപാപിക്ക് വേണ്ടി ക്രിസ്തു മരിച്ചെങ്കിൽ ത്യാഗപൂർണമായ സ്നേഹം. ആ സ്നേഹത്തിലാണ് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ തയ്യാറാണോ? ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ദ വിൽ. ഇമോഷന്റെ കാര്യം മാത്രമല്ല, ഇമോഷൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇതൊരു തീരുമാനമാണ്. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ദ വിൽ ആൻഡ് ഓഫ് ദ ഹാർട്ട്. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഒരു ആജ്ഞയാണ്. അത് ഭാര്യയുടെ സ്വഭാവം അനുസരിച്ചോ ഭാര്യയുടെ ഗുണമോ വേറെ ഒന്നും ബേസിസിലല്ല. ഇപ്പം പക്ഷെ നിങ്ങൾക്കറിയത്തില്ല എൻ്റെ ഭാര്യയെ, അറിയേണ്ട കാര്യമില്ല. അല്ല, പക്ഷെ എൻ്റെ ഭാര്യ എന്ന് അതറിയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭാര്യ എങ്ങനത്തെ ഭാര്യയാണെങ്കിലും വചനത്തിൻ്റെ ആജ്ഞ എന്താണ്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. മനസ്സിലായോ? സോ ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ ഫോർ യു ടു ലവ് യുവർ വൈഫ്. അപ്പോൾ ഭർത്താവ് എന്നുള്ള നിലയിൽ കർത്താവിന് എന്നെക്കുറിച്ചുള്ള എന്താണ് കർത്താവിൻ്റെ ആഗ്രഹം? ദൈവഹിതം അറിയണമല്ലോ. വാട്ട് ഈസ് ഗോഡ്സ് വിൽ? ദൈവഹിതം ഭാര്യയെ സ്നേഹിച്ചോണം. അതിനകത്ത് ക്ലോസ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നുമില്ല കേട്ടോ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറ്റാച്ച്ഡ്, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസും ഇല്ല. ഭാര്യയാണോ സ്നേഹിച്ചോണം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തന്നെത്താൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ എന്ന് പറഞ്ഞാൽ, ഇന്നൊരു ഭർത്താവ് പറയാ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ, ഭാര്യയ്ക്ക് അന്ന് പറഞ്ഞോ, ആ വാക്കിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ നാളെ ഏത് ചെറിയ കാര്യത്തിന് വേണ്ടിയും തൻ്റെ ഇഷ്ടങ്ങളെക്കാട്ടിലും ഭാര്യയുടെ ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കാൻ തയ്യാറാകും. ഇല്ലയോ? ചിലർ പറയും, ഞാൻ ആരാണ്ട് പറഞ്ഞ പോലെ ഒരു കാമുകൻ തൻ്റെ കാമുകിക്ക് ലെറ്റർ എഴുതുക കേട്ടോ. ഐ വിൽ ക്രോസ് ദ 7 seas ആൻഡ് ക്ലൈം ദ ഹയസ്റ്റ് മൗണ്ടൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഏത് കടലും കടന്ന് നിന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞ് ഭയങ്കര പോവാം. അപ്പോൾ ഈ ലെറ്റർ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പം പുള്ളിക്കാരി തിരിച്ചെഴുതി, എന്നാൽ നമുക്ക് ഉച്ചയ്ക്കൊന്ന് കോഫിക്ക് മീറ്റ് ചെയ്തോ. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദനയാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ ഈ വലിയ കാര്യങ്ങൾ മരിക്കാൻ തയ്യാറാണെങ്കിൽ ഏത് ചെറിയ കാര്യത്തിനും എൻ്റെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളെക്കാട്ടിലും, എനിക്ക് ഇന്നത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് സന്തോഷം ഇതാണ്, എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞ ഭാര്യയുടെ ഇഷ്ടങ്ങൾക്കെല്ലാം കീഴ്വഴങ്ങണമെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷെങ്കിൽ എൻ്റെ പ്രിഫറൻസിൻ്റെ മുകളിൽ എൻ്റെ ഭാര്യയുടെ പ്രിഫറൻസ് വെക്കാനുള്ള മനസ്സ്, സാക്രിഫിഷ്യൽ ലവ്. സ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എവറിത്തിങ് ഇസ് അബൌട്ട് മീ. ഐ ഡോണ്ട് ഫീൽ ഇറ്റ്, I am not getting it. You are not giving me attention. You are not taking care of me. ഈ സ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ഈ കാലത്ത് എന്താണ് ക്രിസ്തു സഭയെ സ്നേഹിച്ച സ്നേഹം? ത്യാഗപൂർണമായ സ്നേഹം, സാക്രിഫിഷ്യൽ ലവ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കേട്ടോ. അപ്പോൾ അത് മനസ്സിലായല്ലോ, സാക്രിഫിഷ്യൽ ലവ്. 2, എങ്ങനെ സ്നേഹിക്കണം?
5:26-27, 5:26-27. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടുപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും, ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്, കറ ചുളുക്കം മുതലായതും ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻ നിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ എന്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തേ? ഗേവ് ഹിംസെൽഫ് അപ്പ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? തൻ്റെ മണവാട്ടിയായ സഭയെ ചുളുക്കം കറ മുതലായതൊന്നുമില്ലാതെ നിഷ്കളങ്കയായി നിർത്താൻ, തേജസ്സോടെ നിർത്താൻ. അപ്പോൾ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത, ഇത് ശുദ്ധീകരിക്കുന്ന സ്നേഹമാണ്. ഇറ്റ് ഈസ് എ പ്യൂരിഫയിങ് ലവ്. ഉദാഹരണം, പത്രോസ് ക്രിസ്തുവിൻ്റെ അടുക്ക് ചെന്നപ്പം പറഞ്ഞു, ക്രിസ്തു പറഞ്ഞു നിന്റെ കാല് ഞാൻ കഴുകണം. അപ്പോൾ പത്രോസ് പറഞ്ഞു കാല് കഴുകാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ക്രിസ്തു പറഞ്ഞു കാല് കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. കാരണം എന്നാ? മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ഉദ്ദേശം സഭയുടെ പ്യൂരിഫിക്കേഷൻ. ഇറ്റ് ഈസ് ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്, സഭയുടെ ശുദ്ധീകരണം. ഇത് തന്നെയാണ് ഭർത്താവിൻ്റെ സ്നേഹത്തിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ്? ഭാര്യയുടെ ശുദ്ധീകരണം, ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ വൈഫ്. ക്രിസ്തു സഭയെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ്ലി പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ്ലി. ഇപ്പൊ ചോദ്യം എന്താണെന്നറിയാമോ? ദ ക്വസ്റ്റ്യൻ ഇസ്, ക്രിസ്തു സഭയെ ഇങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഭാര്യയെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ഭർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത തന്നെ. ആദാമിൻ്റെ അടുക്കൽ ഹവ്വ വന്നിട്ട് പറഞ്ഞു നീയും കൂടി ഇതിൻ്റെ ഭാഗം കഴിക്കും. അപ്പോൾ ആദാം എന്ത് ചെയ്തു? യെസ് ബോസ് എന്ന് പറഞ്ഞ് അതങ്ങ് കഴിച്ചു. അങ്ങനല്ല ഭർത്താവിൻ്റെ സ്നേഹം. ഭാര്യയെ കർത്താവിൻ്റെ വഴിയിൽ സ്നേഹത്തോടെ നടത്തുക. അബ്രഹാമിൻ്റെ അടുക്കൽ സാറ വന്നിട്ട് പറഞ്ഞു, ദൈവം പറഞ്ഞിട്ട് കുറച്ച് നാളായാലും ഒന്നും നടക്കുന്നില്ല, നീ ഒരു കാര്യം ചെയ്യ, എൻ്റെ ദാസി അങ്ങെടുത്തു. അത് ദൈവഹിതമല്ല എന്ന് അബ്രഹാം പറഞ്ഞ് സ്നേഹത്തോടെ ഭാര്യയെ തിരുത്തേണ്ടതായിരുന്നു. പക്ഷെങ്കിൽ ഇതിന് വഴങ്ങിക്കൊടുത്തു. ഇത് ശുദ്ധീകരിക്കുന്ന സ്നേഹമല്ല. അപ്പോൾ ചോദിക്കുന്നത്, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഭർത്താക്കന്മാരോടാണല്ലോ ഇന്ന്. നമ്മളെ വിവാഹം ചെയ്തതുകൊണ്ട് നമ്മുടെ ഭാര്യമാർ ഇന്ന് ക്രിസ്തുവിനെ ഒരു പടിയും കൂടെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. അത് ചോദ്യം. എന്നെ വിവാഹം ചെയ്തതുകൊണ്ട് എൻ്റെ ഭാര്യ ക്രിസ്തുവിനെ ഒരു പടിയും കൂടെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ശുദ്ധീകരിക്കുന്ന സ്നേഹം. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ കൂട്ടുകെട്ടി അശുദ്ധിയിലേക്ക് പോകുന്ന അനുഭവങ്ങൾ. അനന്യ സഫീറയുടെ കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിച്ചു. രണ്ടുപേരും കൂടെ കൂട്ടുകെട്ടി പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറഞ്ഞു. ഒരാളെങ്കിലും ഒന്ന് തിരുത്തുണ്ടായിരുന്നോ? ഒരാളെങ്കിലും പറയണ്ടേ ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല? പക്ഷെങ്കിൽ രണ്ടുപേരോട് ഒരുമിച്ച് ചേർന്ന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു. എന്നാൽ അങ്ങനല്ല ഭർത്താവ് എന്ത് ചെയ്യണം? ഒരു ഭാര്യയെ ശുദ്ധീകരിക്കണം. ഭാര്യയുടെ തെറ്റിന് കൂട്ടു നിൽക്കാനല്ല. നമ്മുടെ സ്വഭാവം കാരണം ഭാര്യയ്ക്ക് ഉള്ള ആത്മീയതയും കൂടെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല. ഒരാൾ പറഞ്ഞതുപോലെ, ഞാൻ ഈയിടെ ഒരാളെ കണ്ടപ്പോഴേ പറഞ്ഞു, പണ്ട് എനിക്ക് ഭയങ്കര ആത്മീയ താല്പര്യമാണ്, അതുകൊണ്ട് ഈ മനുഷ്യനെ കെട്ടിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം അങ്ങ് പോയെന്ന്. മനസ്സിലായി? അങ്ങനൊരു നമ്മളാകാൻ പാടുണ്ടോ? അല്ല. നമ്മളെ വിവാഹം ചെയ്തതുകൊണ്ട് ഒരു പടിയും കൂടെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു ലെവലിലേക്ക് നാം ഉയരണം. ഒരുപക്ഷെ നമ്മൾ അവിടെ അല്ലായിരിക്കാം, പക്ഷെ ഇന്ന് കർത്താവിനോട് പറയും, കർത്താവ് എനിക്കതാകണം, ഐ വോണ്ട് ടു ബി ദാറ്റ് മാൻ. ആ മനുഷ്യൻ ഞാൻ ആകണം. എൻ്റെ കൂടെ എൻ്റെ ഭാര്യ സമയം ചെലവഴിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിനെ ഒരു പടിയും കൂടെ സ്നേഹിക്കാൻ, വചനം ഒരു ലെവലും കൂടെ തിരിച്ചറിയാൻ, കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്ന ആ ഒരു മേഖലയിലേക്ക്, ഇറ്റ് ഈസ് എ പ്യൂരിഫയിങ് ലവ്. അശുദ്ധികളൊക്കെ മാറുന്ന ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ, സാങ്ക്ടിഫിക്കേഷൻ, ശുദ്ധീകരണം. കർത്താവ് ഈ ദാമ്പത്യ ജീവിതത്തിൽ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മുഖാന്തരമാണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദ ഹസ്ബൻഡ് വിൽ സാങ്ക്ടിഫൈ ദ വൈഫ്, അല്ലേ? ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ശുദ്ധീകരിക്കും എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് സാങ്ക്ടിഫൈങ്. എന്നാൽ ഈ ശുദ്ധീകരണ പ്രോസസ്സിൽ നമ്മുടെ കുടുംബജീവിതം കാരണം നമ്മുടെ ശുദ്ധീകരണത്തിൽ മുന്നോട്ട് പോവുകയാണോ അതോ പുറകിലേക്കാണോ എന്നുള്ളത് ചിന്തിക്കണം. ഭർത്താക്കന്മാരെ, വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി. എന്താണ്? നാം ആ പ്യൂരിഫയിങ് ലവിലാണ് നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്. ആട്ടെ, മൂന്നാമത്തെ കാര്യം, കെയറിങ് ലവ്.
28-30, 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. മൂന്നാമത്, ഇറ്റ് ഹാസ് ടു ബി എ കെയറിങ് ലവ്. നമ്മൾ എത്രയോ പ്രാവശ്യം കേൾക്കുന്ന ഒരു കാര്യമാണ് ഭാര്യമാരുടെ കയ്യിൽ നിന്ന്. എന്തുവാ? ഹി ഡസൻ കെയർ ഫോർ മൈ നീഡ്സ്. ഈ മനുഷ്യനുണ്ടല്ലോ, എന്നെക്കുറിച്ചൊരു വിചാരം ഇല്ല. എത്രയോ പ്രാവശ്യം കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, ആ മനുഷ്യൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നതാണ്, കുടുംബത്തെ പോറ്റാൻ വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്യും. പക്ഷേ ഒരു കരുതലില്ല, ഒരു കെയർ ഇല്ല. ഹി ഡസൻ കെയർ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? പൗലോസ് പറയാണ്, ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് പിന്നെ ചെയ്യുന്നത്? നമ്മൾ പോറ്റി പുലർത്തും. സ്വന്തം ജഡത്തെ നമ്മൾ പോറ്റി പുലർത്തുമെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഭാര്യയുടെ വെൽബീയിങ്ങിന് വേണ്ടി നമ്മൾ കരുതണം. അപ്പോൾ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, സ്നേഹിച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സ്നേഹം? എൻ്റെ ഭാര്യയുടെ സകല, നോട്ട് ജസ്റ്റ് വൺ ഏരിയ, സകല നീഡ്സും കെയർ ചെയ്യണം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ സ്നേഹിക്കുന്നത്. ഇഫ് ഷീ ഹാസ് ഇമോഷണൽ നീഡ്സ്, ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ കെയർ ഓഫ്. ഇഫ് ഷീ ഹാസ് ഫിസിക്കൽ നീഡ്സ്, ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ കെയർ ഓഫ്. ഇഫ് ഷീ ഹാസ് അതർ നീഡ്സ്, ഇറ്റ് ഹാസ് ടു ബി ഏതൊക്കെ ആവശ്യം, ഏതൊക്കെ മേഖലയിലുണ്ടോ ഞാൻ കരുതണം ഭർത്താവ് എന്നുള്ള നിലയിൽ. അപ്പൊ ഭർത്താക്കന്മാരുടെ ചുമതല എന്താ? ഒരു ഭാര്യയ്ക്ക് എവിടൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നാം വീട്ടണം. അതാണ് കരുതുന്ന സ്നേഹം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ഭാര്യമാർ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഭാര്യ ഏതെങ്കിലും നമ്മുടെ വീട് ഒരു മൂലയിൽ ഇരിക്കുന്ന ഒരു ഐറ്റം അല്ല. ഷീ ഈസ് എ ട്രഷർ, ഒരു ധനമാണ്. ഷീ ഹാസ് ടു ബി ലവ്ഡ്, ഷീ ഹാസ് ടു ബി കെയർഡ് ഫോർ, ഷീ ഹാസ് ടു ബി നറിഷ്ഡ് ആൻഡ് ഷീ ഹാസ് ടു ബി ചെറിഷ്ഡ്. ഇതാണ് ഭാര്യ എന്ന് പറയുന്നത്. എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന വലിയ നിധി, ആ നിധിയെ ഞാൻ എങ്ങനെ കരുതണം? സ്നേഹിക്കണം, കരുതണം. എങ്ങനെയൊക്കെ കരുതാൻ പറ്റുമോ അങ്ങനെയൊക്കെ കരുതി ഐ ഹാവ് ടു ചെറിഷ്. ഇങ്ങനെ ചെയ്താൽ റെസ്പെക്റ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ഇതിനെക്കുറിച്ച് എഫേസ്യ ലേഖന പഠനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരാവശ്യമില്ല. നമ്മൾ ഡിബേറ്റ് ഒന്നും നടത്തേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇങ്ങനെ സ്നേഹിക്കണം. ഇങ്ങനെ സ്നേഹിച്ചാൽ കരുതുന്ന ഭർത്താവ്. ഒരിക്കലും നമ്മുടെ ഭാര്യയ്ക്ക് ചില മേഖലകളിൽ കരുതൽ ലഭിക്കുന്നില്ല, ആ ഒരു അവസ്ഥയിലേക്ക് വരരുത്. ഏത് ആവശ്യമുണ്ട്, ഞാൻ രാവിലെ തൊട്ട് പണിയൊക്കെ എടുത്ത് നിനക്ക് ആവശ്യമായിട്ടുള്ള കാശൊക്കെ തരുന്നില്ലയോ? അതല്ല വിഷയം. ദാറ്റ് ഈസ് ബേസിക് 101. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിൻ്റെ അപ്പുറം ഹൗ അബൌട്ട് ഇമോഷണൽ നീഡ്സ്? സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? ആൾ ഡൗൺ ആയാൽ ആ ഒരു ടൈമിൽ അവരെ ഒന്ന് ഉയർത്താൻ, ഒന്ന് കരുതാൻ, ചിലപ്പോൾ ആ കരുതലിന് 2 വാക്ക് മതി. അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? അത് ചെയ്യണം. കരുതുന്ന സ്നേഹം. ക്രിസ്തു എങ്ങനെയാണ് നമ്മളെ കരുതുന്നത്? എങ്ങനെ കരുതുന്നത്? അവൻ നമ്മളെ ഉള്ളം കയ്യിൽ വഹിക്കുന്നു എന്നല്ലേ പറയുന്നത്. അങ്ങനെ വേണം ഭർത്താക്കന്മാർ ഭാര്യമാരെ. അതുകൊണ്ടാണ് എൻ്റെ കൈവെള്ളെ ഞാൻ കൊണ്ടു നടക്കാന്ന് പറഞ്ഞ് കേട്ടില്ല. അതാണിത്. അങ്ങനെ വേണം കരുതാൻ. അങ്ങനെ കരുതണം. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലകളിലും വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഓൾ. എൻ്റെ ആവശ്യങ്ങളെക്കാട്ടിലും എൻ്റെ ഭാര്യയുടെ ആവശ്യങ്ങളാണ് പ്രയോറിറ്റി. എനിക്ക് ഇന്നത് ചെയ്യണമെന്നുണ്ട്. ഇന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വൈകുന്നേരം അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ശരി, അതായിക്കോട്ടെ. ഭാര്യയുടെ ആഗ്രഹം എന്താണ്? അതിന് മുൻഗണന കൊടുക്കാൻ എനിക്ക് പറ്റുമോ? അല്ല, എനിക്കിന്ന് എനിക്ക് കളിക്കാൻ പോകണം. കളിക്കാൻ പോക്കോ. എൻ്റെ ഭാര്യയുടെ ആവശ്യങ്ങൾക്ക് എനിക്ക് മുൻഗണന കൊടുക്കാൻ പറ്റുമോ? ഓൾവേസ് ലുക്ക് അറ്റ് ഇറ്റ്. അതിന് നല്ലൊരു എളുപ്പമാർഗം ഞാൻ പറയാം. ഭാര്യയുടെ ഇൻട്രസ്റ്റ് ആണോ അല്ലയോ എന്ന്. TV കാണാനിരിക്കുമ്പോഴേ റിമോട്ട് ആരുടെ കയ്യിലാന്ന് നോക്കിയാൽ മതി. TV കാണാനിരിക്കുമ്പോൾ ആരുടെ കയ്യിൽ ആ റിമോട്ട് നിന്ന് നോക്കിയാൽ മതി. അപ്പോൾ അറിയാം ആർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ എൻ്റെ ഭാര്യ കാണാൻ ആഗ്രഹിക്കുന്നത്? പിന്നെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് TV ഒന്നുമില്ല, അതുകൊണ്ട് അവിടെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാ, വളരെ സിമ്പിളാണ്. എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണോ അതോ എൻ്റെ ഭാര്യയ്ക്ക് ആഗ്രഹം, ഏതിനാണ് മുൻഗണന കൊടുക്കാൻ ഞാൻ തയ്യാറാണ്? ഇറ്റ് ഈസ് എ കെയറിങ് ലവ്. ഭർത്താക്കന്മാരെ, നമ്മുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ ദേ നീഡ് കെയർ. അവർക്ക് അധികം കാര്യങ്ങളൊന്നും വേണം, ബട്ട് ദേ നീഡ് കെയർ. ദേ നീഡ് ടു നോ ദാറ്റ് ദേ ആർ കെയർഡ് ഫോർ.
അപ്പോൾ അത് ഒബ്ജക്റ്റീവായിട്ട് അങ്ങ് പറഞ്ഞു തീർക്കാൻ ഒക്കത്തില്ല. അത് ഞാൻ ചെയ്തില്ലയോ, ഞാൻ ഇവിടെ റെൻ്റ് എല്ലാം കൊടുത്തില്ലയോ, ഞാൻ ജോലിയൊക്കെ ചെയ്ത് ഇവിടെ ഫീസെല്ലാം പേ ചെയ്യുന്നില്ലയോ. ദാറ്റ് ഈസ് ഓൾ ബേസിക് 101. അത് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ പദത്തിൻ്റെ അർത്ഥം? ഫാമർ എന്നാ അല്ലേ? ഫാമർ, അതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവൻ കൾട്ടിവേറ്റ് ചെയ്യണം, ഹി ഹാസ് ടു കൾട്ടിവേറ്റ്. ആ കൾട്ടിവേഷൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് കരുതൽ. ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വേണ്ടി കരുതണം. അതാണ് മൂന്നാമത്തെ, കെയറിങ് ലവ്. നാലാമത്തേത് ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കേണ്ടത്, ദിസ് ഇസ് എൻ അൺബ്രേക്കബിൾ ലവ്. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹം ആയിരിക്കും. ഇത് വലിയ മർമ്മമാകട്ടോ. ഈ ദൈവമായിരിക്കുന്നതിൻ്റെ ഒരു കാര്യം, ഒരു പ്രത്യേകത ഞാൻ പറയും. എല്ലാ കാര്യത്തിലും ദൈവം തന്നെയാണ്, പക്ഷെങ്കിൽ ഇതുപോലെ രണ്ടുപേരെ ഒന്നാക്കുന്ന പ്രക്രിയ ചെയ്യാൻ ദൈവത്തിനല്ലാതെ ഒരു മനുഷ്യർക്കും പറ്റത്തില്ല. രണ്ടുപേരെ ഒന്നാക്കുക. 1 + 1 = 2. അത് ഒരേ ഒരു മാത്തമാറ്റിക്സിലെ 1 + 1 = 1 ആകുന്നുള്ളൂ. അത് വിവാഹം എന്നുള്ള പ്രക്രിയയിൽ. ബാക്കി എല്ലാ സ്ഥലത്തും മാത്തമാറ്റിക്സ് കറക്റ്റാണ്. ഇവിടെ 1 + 1 = 1. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ, നിങ്ങൾ ഭാര്യയോട് പറ്റിച്ചേരും. അപ്പോൾ നമ്മൾ അപ്പനെയും അമ്മയും വിട്ട്, ദർ ഇസ് എ ലീവിങ് ആൻഡ് ദർ ഇസ് എ ക്ലീവിങ്. ഇതൊരു പക്ഷേ കേട്ട് മടുത്തിട്ടുള്ളവർ കാണും. ലീവ് ആൻഡ് ക്ലീവ്. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഭർത്താക്കന്മാരെ, നമ്മൾ നമ്മുടെ കുടുംബത്തെ വിട്ട് കഴിയുമ്പോൾ അപ്പനെയും അമ്മയും മറക്കാനല്ല, അപ്പനെയും അമ്മയും നമ്മൾ കരുതണം, അവരെ ആദരിക്കണം, അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ കഴിവതും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അത് ആസ് എ സൺ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെങ്കിൽ ഭാര്യയാണ് പറ്റിച്ചേരുന്നത്. അനേക ഭർത്താക്കന്മാരും ഇപ്പോഴും പഴയ കണക്ഷനിൽ ഇങ്ങനെ കിടക്കുക. ഈ അമ്പലിക്കൽ കോഡ് കട്ട് ചെയ്തിട്ടില്ലെന്നൊക്കെ പറയുന്ന പോലെ. ഏതാ, എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, അമ്മ അങ്ങനെ പറഞ്ഞോട്ടെ, അമ്മ പറയുന്നതൊക്കെ കേട്ടോണം. പക്ഷെങ്കിൽ ഇപ്പം ഭാര്യയാണ് ഒരു ശരീരമായിരിക്കുന്നത്. സോ പ്രയോറിറ്റി ഈസ് ഓൾവേസ് ഫോർ ദ വൈഫ്. ഇനി രണ്ടല്ല, ഇനിയും ഒന്ന് ആണ്. അതുകൊണ്ട് ഒന്നായി തീർന്നു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത്. വാട്ട് ഗോഡ് ഹാസ് ജോയിൻഡ് ടുഗദർ ലെറ്റ് നോ മാൻ സെപ്പറേറ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭർത്താക്കന്മാർ, ഈ സ്നേഹം, ഇതൊരു അൺബ്രേക്കബിൾ സ്നേഹം. ഇത് വേർപിരിക്കുവാൻ ഒരു മനുഷ്യനും അവകാശം ഇല്ല. ആ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ മലാഖി പ്രവചനം പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ആ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. എന്നാലും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിരിക്കണം. ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒന്നായി കഴിഞ്ഞാൽ അവർ തമ്മിൽ വേർപിരിയാൻ പാടില്ല. വേർപിരിക്കാൻ ആരും ശ്രമിക്കാനും പാടില്ല ഒരിക്കലും. ഇറ്റ് ഈസ് എ യൂണിഫിക്കേഷൻ ഓഫ് ടു. ഇതൊന്നായി കഴിഞ്ഞു. അപ്പോൾ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കാൻ പാടില്ല. പിന്നെ ശരിയാണ്, ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരു ഭാര്യയെ ഉപേക്ഷിക്കരുതോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ കർത്താവിന് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിനം കാരണം കുറച്ച് റീസൺസും കുറച്ച് ഗ്രൗണ്ട്സ് ഒക്കെ മോശ നിങ്ങൾക്ക് അനുവദിച്ചു. പക്ഷെങ്കിൽ ദൈവിക പ്രമാണം എന്തുവാ? വാട്ട് ഈസ് ദ ഹയർ ലോ? മോശയെക്കാട്ടിലും വലിയവനുണ്ട്. ആരാന്നറിയോ? ക്രിസ്തു. മോശയെക്കാട്ടിലും വലിയവൻ. അവൻ്റെ പ്രമാണം എന്തുവാ? അവൻ്റെ പ്രമാണം ഞാൻ പറയാം. എന്തോ അവൻ്റെ പ്രമാണം? സ്നേഹിക്കാൻ പാടില്ലാത്തവരെ സ്നേഹിക്കണം. അതിന് നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ഹോശേയയും ഗോമറും, അല്ലേ? ഹോശേയ പ്രവാചകനും ഗോമർ. അതൊന്ന് പഠിക്കണ്ടേ? ദൈവസ്നേഹത്തിൻ്റെ ആഴം എന്താണെന്നുള്ളത് കാണണമെങ്കിൽ ആ ഭാഗം ഒന്ന് പഠിക്കണം. വേശ്യയായ ഭാര്യയെ സ്വന്തമായി ഏറ്റെടുത്ത്, സ്വന്തമായി തൻ്റെ പേര് കൂട്ടിച്ചേർത്ത്, താൻ അവൾക്ക് ഭർത്താവായി, അവൾ വീണ്ടും 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 അവൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെയും അവൻ്റെ പുറകിൽ പോയി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവസ്നേഹം എത്ര വലുത്. അതാണ് മോഡൽ. ദാറ്റ് ഇസ് ദ ഹയർ കോളിംഗ്. അതുകൊണ്ട് ഭർത്താക്കന്മാരെ, ഒരു ഭാര്യയെ ഉപേക്ഷിക്കാൻ എനിക്കോ നിങ്ങൾക്കോ അനുവാദം ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി ദൈവിക പ്രമാണം. യു ഹാവ് ടു ലവ് ഈവൻ ആൻ അൺഫെയ്ത്ത്ഫുൾ വൈഫ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രമാണം. ദാറ്റ് ഈസ് ദ ഹയർ കോളിംഗ്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്നേഹം എന്ന് പറയുന്നത് പിരിയാബന്ധമാണ്. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല.
സെപ്പറേഷൻ ഇസ് നോട്ട് എൻ ഓപ്ഷൻ. യു ഹാവ് ടു ബി ഇന്റർട്വൈൻഡ് ആസ് വൺ ഫ്ലഷ്. കാരണം എന്നാ, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ അവിശ്വസ്തനായിരുന്നപ്പോൾ ക്രിസ്തു എന്നെ എന്നാ പിന്നെ നീ നിന്റെ വഴിക്ക് പൊക്കോടാന്ന് പറഞ്ഞോ? അതാണ് ഒറ്റ ചോദ്യം, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഏതൊക്കെ വകുപ്പ് നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നാലും എനിക്കൊരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. എന്താണ് ചോദ്യം? ഈ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഈ ഞാൻ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പല്ല, ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് എത്രയോ പ്രാവശ്യം അവൻ്റെ വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോയി, ഇല്ലയോ? എത്രയോ പ്രാവശ്യം അവൻ്റെ കൽപ്പനകൾ ഞാൻ ലംഘിച്ചു. എത്രയോ പ്രാവശ്യം അതാ പറഞ്ഞ വെളിച്ചത്തിൽ വസിക്കുന്നവൻ്റെ മുമ്പിൽ പാപം ചെയ്തവനായി ഞാൻ. എന്നാ നീ അങ്ങ് പൊക്കോ എന്ന് എപ്പോഴെങ്കിലും കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഗതി എന്തായിരുന്നേനെ? ഒന്ന് ഓർത്തു നോക്കി. പക്ഷെ ഞാൻ പോയിട്ടും ഒരു വേട്ടനായ പോലെ എൻ്റെ പിന്നാലെ വന്ന് എന്നെ സ്നേഹിച്ച ക്രിസ്തു, അതാണ് മാതൃക ഭർത്താക്കന്മാരെ. ഇനി എന്നോട് പറ, ഇങ്ങനെ സ്നേഹിക്കാനാണോ പ്രയാസം, കീഴ്പ്പെടാനാണോ പ്രയാസം? നിങ്ങൾ പറ, നിങ്ങൾ തീരുമാനിച്ചു. 4 വ്യവസ്ഥകൾ ഞാൻ പറഞ്ഞു, 4 ways. എന്താണ് പറഞ്ഞത്? 1, ഇറ്റ് ഈസ് എ സാക്രിഫിഷ്യൽ ലവ്, ത്യാഗപൂർണമായ സ്നേഹം. 2, ശുദ്ധീകരിക്കുന്ന സ്നേഹം, ഇറ്റ് ഈസ് എ പ്യൂരിഫൈയിങ് ലവ്. 3, ഇറ്റ് ഈസ് എ കെയറിങ് ലവ്. 4, ഇറ്റ് ഈസ് അൺബ്രേക്കബിൾ ലവ്. ഇറ്റ് ഈസ് എൻ അൺബ്രേക്കബിൾ ലവ്. ഇങ്ങനെ വേണം ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കാൻ. 1 പത്രോസ് 3:7, അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ. ദേ ആർ co-heirs. ദേ ആർ ഫോർ ദ ഗ്രേസ് ഓഫ് ലൈഫ്. അപ്പോൾ എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ ഭാര്യമാരെന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിധിയാണ്, ധനമാണ്. ആ ധനം എന്ന് പറയുന്ന ആരാ? ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ. 1 കുറവ്, 1 ലെവൽ കുറവൊന്നല്ല. ദേ ആർ co-heirs ഫോർ ദ ഗ്രേസ് ഓഫ് ലൈഫ്. അങ്ങനെ വേണം നാം അവരെ കാണാൻ. പിന്നെ എന്താണ് ഇതിന്റെ മോട്ടിവേഷൻ? എന്തുകൊണ്ട് ഇങ്ങനെ സ്നേഹിക്കണം? അതും പൗലോസ് പറയുന്നുണ്ട്. ഈ മർമ്മം വലിയത്. ഈ മിസ്റ്ററി നിങ്ങളൊന്ന് ചിന്തിക്കണം. 2 വിഷയങ്ങൾ ചിന്തിക്കണം. 1, ക്രിസ്തുവും സഭയും ഒന്നാകുന്ന വിഷയം ഒന്ന് ചിന്തിക്കണം. 2, ഭാര്യയും ഭർത്താവും ഒന്നാകുന്ന വിഷയം ഒന്ന് ചിന്തിക്കണം. ഇതൊരു മിസ്റ്ററി, ഇതൊരു മർമ്മം. ഈ മർമ്മം വലിയത്. പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് വിറച്ചവിടെ നിൽക്കണമെന്നല്ല, അത് ഞാൻ പിന്നെ പറയാം. മാരേജ് ഇസ് എ പിക്ചർ ഓഫ് ക്രൈസ്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ചർച്ച്. ഈ ലോകത്തിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ ക്രിസ്തുവിനെ ആദരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് നോക്കിയാൽ മതി. അതിൻ്റെ പിക്ചർ, അതിൻ്റെ ഒരു പടം കാണണമെങ്കിൽ വെരി സിമ്പിളാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഭാര്യയും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഭർത്താവും തമ്മിലുള്ള സ്നേഹം കണ്ടാൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. When a husband loves a wife with boundless love, it demonstrates to the world the love of Christ for his people. ആഴമായി തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കാണുമ്പോൾ എത്രമാത്രം ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നു എന്നുള്ളത് ലോകത്തിന് കാണാൻ മനസ്സിലാകും. How Jesus would die for his church and make us a part of his body. ഇത് വലിയ മർമ്മമാണ്. അതല്ലേ പഴയ നിയമത്തിലെ വിശുദ്ധന്മാര്, ദൂതന്മാർ പോലും ഇതിലേക്ക് ഉറ്റുനോക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്നാ? ഇത് വലിയ മർമ്മമാണ്. എങ്ങനെയാണ് വിശുദ്ധനായ ഒരു ദൈവം, എന്നെ ആവശ്യമില്ലാത്ത ഒരു ദൈവം, മീൻസ് ഹി ഡസന്റ് നീഡ് മീ, എന്നെ ആവശ്യമില്ല. കർത്താവ് ഹീസ് സെൽഫ് സഫിഷ്യന്റ് അല്ലേ? ദൈവം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെയോ ഒരു ദൂതനെയോ ഒന്നും ആവശ്യമില്ല. എങ്കിലും എൻ്റെ പിന്നാലെ വന്ന് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത് ഇത് വലിയ മർമ്മമാണ്. ദൂതന്മാർക്ക് പോലും മനസ്സിലാകാത്ത മർമ്മം. ദൂതന്മാർ നോക്കുക, എടാ ഈ യൂസ്ലെസിന്റെ ഒക്കെ പുറയിൽ എന്തിനാ പോകുന്നതെന്നാ ദൂതന്മാർ പറയുന്നത്. പക്ഷെങ്കിൽ ക്രിസ്തു ഈ 99 വിട്ടയച്ച് 1 പുറയിൽ വരുമ്പോൾ വലിയ മർമ്മമാണ്. ഇറ്റ്സ് എ ബിഗ് മിസ്റ്ററി. അതുപോലെ തന്നെ വലിയ മർമ്മമാണ് ഇരുവർ ഒന്നാകുമ്പോൾ, 2 പേര് ഒരു ദേഹിയായി മാറുമ്പോൾ. When 2 become one, this marriage also is a great mystery. അതുകൊണ്ട് when husbands and wives are filled with the Spirit, പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നമ്മൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വലിയ സന്തോഷം കുടുംബജീവിതത്തിൽ ഉണ്ടാകും. There is great joy in the family. അതുമാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് വലിയ അനുഗ്രഹം. അതുമാത്രമല്ല, ഏറ്റവും വലിയ ഉദ്ദേശം എന്താണ്? വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പർപ്പസ്? ക്രിസ്തുവിന്
അത് വളരെ മഹത്വം കൊണ്ടിരുന്നു. അപ്പോൾ ദി അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ആർ മാരേജ് എന്താണ്? ദി അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ആർ മാരേജ് നമ്മുടെ കുടുംബജീവിതം കൊണ്ട് ആത്യന്തികമായി ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷമായിട്ടിരിക്കണം, ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നുള്ളതല്ല. പിന്നെന്താണ്? ക്രിസ്തുവിന് മഹത്വം കൊണ്ടുവരണം. അതാണ് ഏറ്റവും വലിയ ഉദ്ദേശം. ദാറ്റ് ഈസ് ഗോഡ്സ് പർപ്പസ് ഫോർ എവറിത്തിങ്. എന്നാൽ അതിനകത്ത് നമുക്ക് കിട്ടുന്നൊരു കാര്യമുണ്ട്. എന്താണ്? വളരെ വലിയ സന്തോഷം കുടുംബജീവിതത്തിൽ, കുഞ്ഞുങ്ങൾക്ക് വലിയ അനുഗ്രഹം, ആത്യന്തികമായി ദൈവത്തിന് മഹത്വം. All these are byproducts. പക്ഷെ what's the final goal? The final goal is glory and honor to Jesus. അതാണ് ഏറ്റവും വലിയത്. അപ്പോൾ ചിന്തിക്കേണ്ട ചിന്താവിഷയം, എൻ്റെ കുടുംബജീവിതം ആ വലിയ മർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കുടുംബജീവിതമാണോ? എൻ്റെ കുടുംബജീവിതം ആളുകൾ കാണുമ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവും സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു ഭാര്യയും കാണുന്നുണ്ടോ? പരിശുദ്ധാത്മാ നിറവിൽ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നിറവാണോ കാണുന്നത്? എന്താണ് കാണുന്നത്? ഇതാണ് ദിസ് ഇസ് ദ പോർട്രേറ്റ് ഓഫ് എ ഗോഡ്ലി മാൻ. ഇങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ ആദരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു പടം. നമ്മൾ നിത്യതയുടെ ഇപ്പുറമായതുകൊണ്ട് പൂർണ്ണരല്ല. വി ആർ നോട്ട് പെർഫെക്റ്റ്, അല്ലേ? പാപികളായ മനുഷ്യരാണ്. പാപം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറവുകളുണ്ട്. എങ്കിലും ആ കുറവുകളുണ്ടെങ്കിലും കുറവുകളെ നികത്താൻ കർത്താവിന് ശരിയായി. ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, ആരെങ്കിലും എന്നോട് പറയുക ഞങ്ങളുടെ കുടുംബജീവിതമൊക്കെ തീർന്നു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ. തകർന്നതും ഉടഞ്ഞതിനെയൊക്കെ നന്നാക്കുന്ന നസറേത്തിലൊരു നല്ല തച്ചനുണ്ട്. സകലതിനെയും ശരിയാക്കും. സകലതിനെ, എന്തെങ്കിലും തകർന്നിട്ടുണ്ടെങ്കിൽ സകലതിനെയും നന്നാക്കുന്ന നസ്രയത്തിലെ നല്ല തച്ചൻ അവൻ്റെ കയ്യിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത വിവാഹ ജീവിതത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കി കഴിഞ്ഞപ്പോഴേ അവിടെ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അവസാനം വന്നതാ മുമ്പ് കിട്ടിയതിനെക്കാട്ടും നല്ലതെന്ന്. ഇപ്പം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ 30 വർഷം കഴിഞ്ഞോ 40 വർഷം കഴിഞ്ഞോ, ഞാനൊരു കാര്യം പറയാം, ക്രിസ്തു ഒന്ന് തൊട്ടാൽ അവസാനിക്കുമ്പോൾ മുമ്പുള്ളതിനെക്കാട്ടിലും നന്നായി അവസാനിപ്പിക്കാൻ കർത്താവ് കൃപ തരും. ഗോഡ് വിൽ ഗിവ് യു ദ ഗ്രേസ്. പക്ഷെങ്കിൽ ഭർത്താക്കന്മാരെ, ദർ ഇസ് എ ഹ്യൂജ് കോൾ ഓൺ യുവർ ലൈഫ്, ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ചുമ്മാ ഭാര്യമാർ കീഴ്പ്പെട്ടിരിക്കണമെന്ന് ചുമ്മാ അങ്ങ് പറയരുത്. ഡോണ്ട് മേക്ക് റാൻഡം സ്റ്റേറ്റ്മെന്റ്സ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. ലവ് ദം ലൈക്ക് ജീസസ്. ക്രിസ്തു സഭയെ അപ്പോൾ വകുപ്പ് പറഞ്ഞുകൊണ്ട് വരരുത്. കാരണം വകുപ്പ് പറയാനായിരുന്നെങ്കിൽ ക്രിസ്തു എന്തൊക്കെ വകുപ്പ് പറഞ്ഞേനെ? അതാ ഞാൻ ചോദിക്കുന്നത്. വകുപ്പ് പറയാനായിരുന്നെങ്കിൽ ക്രിസ്തു എന്തൊക്കെ വകുപ്പ് പറഞ്ഞു? അതൊന്നും പറയാതെ ആഴമായി കവിഞ്ഞൊഴുകുന്ന സ്നേഹത്താൽ നമ്മൾ സ്നേഹിക്കണം. ഞാനും എൻ്റെ ഭാര്യ ഒരു സ്ഥലത്ത് യാത്ര ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. രണ്ടുപേരും നല്ല ദൈവമക്കളാണ്. അപ്പോൾ ആ വീട്ടിൽ ഞങ്ങൾ താമസിച്ച് വലിയ സന്തോഷമൊക്കെ ആയിരുന്നു. കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു അങ്കിള് ഞങ്ങളെ കൊണ്ടുപോയി. അപ്പം അങ്കിള് കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, ഈ പുള്ളി ഈ ലേഡിയെ കല്യാണം കഴിച്ചപ്പോൾ ഈ ലേഡി ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഒരു വല്ലാത്ത സ്വഭാവമുള്ളവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര, എനിക്കൊന്ന് പുള്ളിക്കാരി കടന്നുപോയ അനുഭവങ്ങൾ കാരണം ഭയങ്കര ഉണ്ടല്ലോ, എല്ലാത്തിനും ഭയങ്കര അങ്ങ് മുഷിച്ചില്ല. അതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. എന്ത് ചെയ്താലും അങ്ങോട്ട് പോരാ, ഭയങ്കര ഒരു മിഷിൽ. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, എന്നാൽ ഈ ഭർത്താവുണ്ടല്ലോ ഇതിലൊക്കെ കൂടെ ഈ ഭാര്യയെ അങ്ങ് സ്നേഹിച്ച് എന്നിട്ട് അവസാനം പറയാ, ആൻഡ് ഹി വൺ ഹർ ഓവർ വിത്ത് ഹിസ് ലവ്. അയ്യോ, ഇന്ന് ആ കുടുംബത്തിലൊന്ന് കയറണം. എന്തോ സന്തോഷം, കവിഞ്ഞൊഴുകുന്ന സന്തോഷം. അപ്പോൾ ഭർത്താക്കന്മാർക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നാമും നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കണം. ഇറ്റ്സ് എ ടോൾ ഓർഡർ. ദർ ഇസ് ഓൺലി വൺ ബെഞ്ച് മാർക്ക്, അത് ക്രിസ്തു. അപ്പോൾ ക്രിസ്തു എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്രൂശിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. എളുപ്പമാണ്, വെരി ഈസി. ക്രൂശിലേക്ക് നോക്കിയാൽ മതി. എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചതുപോലെ കർത്താവ് എനിക്ക് വേണ്ടി അൺകണ്ടീഷണൽ അഗാപ്പെ സ്നേഹം, ആ സ്നേഹം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഭർത്താക്കന്മാരുടെ പ്രയോറിറ്റീസ് എന്താണെന്നുള്ളത് ഒരുമിച്ച് ഞങ്ങൾ ധ്യാനിച്ചു. നിന്റെ വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ വചനം ഞങ്ങളുടെ കുടുംബജീവിതത്തിന് ഏറ്റവും മനോഹാരിത കൊണ്ടിരുന്ന വചനങ്ങളാണ്. അത് പ്രമാണിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. കർത്താവെ, ഞങ്ങൾ പാപികളാണ്, കുറവുള്ളവരാണ്.
അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ക്രിസ്തു സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കും. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു സ്നേഹം ഞങ്ങളുടെ അകത്തേക്ക് തരണമേ കർത്താവെ. കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ മുമ്പിൽ വെക്കുന്നു കർത്താവെ. തകർന്നതോ ഉടഞ്ഞതോ കർത്താവെ, ബുദ്ധിമുട്ടിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവെ, ആ കുടുംബത്തിൽ കർത്താവ് സൗഖ്യം കൊടുക്കണമേ, സൗഖ്യം നൽകണമേ. വലിയൊരു ഒരു ഒരു ബ്രേക്ക് ത്രൂ ആ കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ അങ്ങ് സഹായിക്കണമേ. ഉടഞ്ഞതിനെയൊക്കെ അങ്ങ് പണിയണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഭർത്താക്കന്മാരുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഷൈ ചെയ്യാനല്ല, അതിൽ നിന്ന് മാറി നിൽക്കാൻ, മടി പിടിക്കാനല്ല, പുറയിലേക്ക് പോകാനല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ വളരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ